സുവിശേഷം 20-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ യേശുവിന്റെ കല്ലറയുടെ മുൻപിൽ നിന്ന് അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. ശിഷ്യന്മാർ യേശുവിനെ കാണുന്നില്ല, അല്ലെങ്കിൽ യേശു അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ തുറക്കപ്പെട്ട കല്ലറയുടെ മുൻപിൽ അവൾ കരഞ്ഞുകൊണ്ട് നിൽപ്പാനിടയായി. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൾ എന്തിനു വേണ്ടിയാണോ അവൾ കരഞ്ഞത്, ഇവൾ എന്തിനു വേണ്ടിയാണോ അവർ ആ തുറക്കപ്പെട്ട കല്ലറയുടെ മുൻപിൽ നിന്ന് അവൾ കരഞ്ഞത്, ആ വിഷയം അതെ യേശു കർത്താവ് അവളുടെ സമീപേ വന്ന് നിൽക്കുവാൻ ഇടയായി. അതെ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ നാളുകളിൽ മടങ്ങിപ്പോയവർ യാതൊന്നും കാണാതെ മടങ്ങിപ്പോകുമ്പോൾ അവൻ അല്പമൊന്ന് വെയിറ്റ് ചെയ്യുവാൻ, അല്പമൊന്ന് കാത്തു നിൽപ്പാൻ കഴിയാത്ത പലരും യാതൊന്നും കാണാതെ മടങ്ങിപ്പോകുമ്പോൾ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന നമ്മുടെ ദൈവം ഇന്ന് ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ കരയുന്ന, കണ്ണുനീരോടെ കാത്തിരിക്കുന്ന, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന മറിയെ പോലുള്ള നിന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ നീ ആഗ്രഹിച്ചത്, നീ പ്രതീക്ഷിച്ചത്, നീ എന്തിനു വേണ്ടിയാണോ ഈ നാളുകളിൽ കരയുന്നത്, ആ വിഷയം ഇതാ നിന്റെ സമീപത്ത് വന്ന് നിൽക്കുവാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.